എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്ന ഒരു സ്നാക്ക്. അതെ, ഇപ്പൊ സ്നാക്സിന്റെ വീഡിയോ ആയിട്ടാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ മഴയൊക്കെ അല്ലേ, മിക്ക സ്ഥലങ്ങളിലും പെയ്യുന്നുണ്ട്, എല്ലായിടത്തും എങ്ങനെയുണ്ടല്ലേ. പിന്നെ അതുമല്ല ഇപ്പൊ നമ്മൾ ചായയുടെ കൂടെ എന്തെങ്കിലും കുറിക്കാനായിട്ട് നോക്കുമല്ലേ, മഴ ആയതുകൊണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു അടിപൊളി ഐറ്റം, ഒരുപാട് ചേരുവയൊന്നും വേണ്ട, ഉമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത്. എത്ര വെറും 3 ചേരുവ മാത്രം മതി നമുക്ക്. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന കപ്പലണ്ടി കൊണ്ടുള്ള ഒരു പലഹാരമാണ്. അതിന് ഞാനിവിടെ 1/4 കിലോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് പച്ചക്കപ്പലണ്ടിയാ. നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചക്കപ്പലണ്ടിയാണ് നല്ലത്. ഇതിന് ചില സ്ഥലത്ത് നിലക്കടല എന്ന് പറയുവേ. അപ്പം നമ്മുടെ പലഹാരത്തിലോട്ട് എളുപ്പം കിടക്കാം. നമ്മുടെ കിങ്ങിണിയും പൊടി ഇത് മൊത്തം തിന്ന് തീർത്തോണ്ടിരിക്കുക. എളുപ്പം ഒന്ന് വറക്കാം. അപ്പൊ പച്ചക്ക് തിന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ പൊടി? എന്താ ഈ ബദാം കായോ? ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുമ്പോ ഇനി നമുക്ക് വറുത്ത കപ്പലണ്ടി മേടിക്കണ്ട, പച്ചക്കപ്പലണ്ടി നമ്മളെപ്പോഴും രണ്ടുപേരും തിന്നോണ്ടിരിക്കുക. വറുത്തത് എപ്പോഴും തിന്നുന്നതല്ലേ, വറക്കാത്ത നമ്മളങ്ങനെ തിന്നുന്നില്ലല്ലോ. ടേസ്റ്റ് വെച്ചിട്ടല്ലേ. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോഴും അതേപോലെ ടേസ്റ്റ് ആയിരിക്കും. പച്ചക്കപ്പലണ്ടി നമ്മള് നെയ്ക്കകത്ത് വറക്കുമ്പോ അല്ലേ. അതെ. അപ്പൊ നമുക്ക് നേരെ കടക്കാം, എല്ലാരും ബോറടിപ്പിക്കണ്ട അല്ലേ. നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഒരു ചീനിച്ചട്ടി വെച്ചിട്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോ നമ്മൾ 1 സ്പൂണാ ഒഴിച്ചു കൊടുക്കുന്നത്, ചെറിയ സ്പൂണാ അല്ലേ മാ? ചെറിയ സ്പൂണാ. ഈ നെയ്ക്കകത്തോട്ട് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കൊന്ന് വറുത്തെടുക്കാൻ. സാധാരണ നമ്മള് കപ്പലണ്ടി വറക്കുമ്പോ മണലിനകത്തല്ലേ, എന്നാ മണല? അത് കടൽ മണ്ണ്. കടൽ മണ്ണ. കടൽ മണ്ണാണോ? ആണെന്ന് തോന്നുന്നു. എനിക്കും അത് എന്നാ മണ്ണാന്നൊന്നും അറിയത്തില്ല. ഇതിപ്പോ മണലാന്നറിയാം. ഇതിപ്പോ നമുക്ക് അതൊന്നും വേണ്ട, നെയ്യ് മതി. വേറെ നെയ്യ് മതി. നെയ്ക്കകത്തിട്ടാ നമ്മളിത് മൂപ്പിച്ചെടുക്കും. നമ്മുടെ ഇവിടുത്തെ മണ്ണിട്ട് വറക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അതെ, അങ്ങനെയാണ് നമുക്ക് തിന്നാൻ. അല്ല, ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഇത് മണ്ണിട്ട് ഉണ്ടാക്കത്തില്ലല്ലോ. ഇത് നമ്മൾ ശർക്കരക്കകത്ത് ഉണ്ടാക്കുന്നതല്ലേ. നമ്മൾ ഇതിന് ഓവർ തീയൊന്നും വേണ്ട, നമ്മളൊരു മീഡിയം തീയിലിട്ട് വേണം ഇത് വറക്കാനായിട്ട്. കാരണം ഇത് കപ്പലണ്ടി പൊട്ടി തെറിക്കും. അതെ, ഇപ്പൊ തന്നെ നെയ്യുടെ മണം വരുന്നുണ്ട്. ആ ചൂടൊക്കെ ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് തീ കുറച്ച് വെക്കുന്നുണ്ട്, ഇതിങ്ങനെ പൊട്ടുന്നുണ്ട്, പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. കണ്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, പൊട്ടുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കി ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം. കണ്ടോ, ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചാണ് എടുത്തതിന്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്റെ അടുപ്പിന്റെ പുറത്ത് കയറി ഇരിപ്പുണ്ട്. അതെ, ഞാൻ ഇവിടെ വന്നിരുന്നത് കാരണം അതെങ്ങാനും പൊട്ടിത്തെറിച്ച് നമ്മുടെ ദേഹത്തോട്ട് വീണാലോ. അപ്പൊ നമ്മൾ ഇച്ചിരി മാറിയിരിക്കുക. പിള്ളേര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുപ്പിന്റെ അടുത്ത് ഒന്ന് മാറി നിന്നോ അല്ലേ. പൊടിക്കല്ലേലും എണ്ണക്കകത്ത് എന്തെങ്കിലും സാധനം ഇടുമ്പോ ഒരു ദൂരെ നിൽക്കും. അതാ, അപ്പൊ കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അതുകൊണ്ടാ പൊടി പൊടിയുടെ ഇപ്പൊ ഫോൺ കൊടുത്താ പൊടി ഫോണ് ദൂരെ വെച്ച് പിടിക്കും. അങ്ങനെ ഞാനില്ലാത്തപ്പോ അതുകൊണ്ട് നമുക്ക് നീളം കൂട്ടി പിടിക്കാമല്ലോ. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാ. അപ്പൊ നമ്മുടെ കപ്പലണ്ടിയുടെ കുറച്ച് ചൂട് പോണം. ഇനി ഞാൻ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക. അപ്പൊ കുറച്ച് ചൂട് പോയി കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇത് നമ്മുടെ ചൂടൊക്കെ കുറച്ചാറി, നമ്മളെങ്കിലും ചെറു ചൂടോട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിക്കാൻ പോവുക. ഇനി ഞാനിതൊന്നും കൊണ്ട് പൊടിച്ചുകൊണ്ട് വരാം. ഇത് നമുക്ക് നല്ലതായിട്ട് പൊടിക്കണ്ട, ഒന്ന് കടിക്കുന്ന രീതി വേണം പൊടിച്ചെടുക്കാൻ. നമ്മുടെ ഈ കപ്പലണ്ടി പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് പൊടിഞ്ഞിട്ടില്ല, നമ്മളിങ്ങനെ ഒന്ന് കടിക്കുന്ന രീതി വേണം. പിന്നെ നമ്മുടെ ഈ തൊലിയുള്ളത് നമ്മൾ ഈ നെയ്ക്കകത്ത് വറക്കുന്നതുകൊണ്ട് ഈ തൊലിയൊന്നും നമ്മുടെ തൊണ്ടയ്ക്ക് പോകത്തില്ല. അത് നല്ല ഇതായിട്ട് പറ്റി പിടിച്ചിരിക്കുക. അതുകൂടി ഉണ്ടെങ്കിൽ ഒരു കളറുള്ളൂ, ഒരു ടേസ്റ്റും. അത് തന്നെ. ഇനി നമുക്കൊന്ന് ശർക്കര പാനിയാക്കാം. ഇതിവിടെ മാറ്റി വെക്കാം. അപ്പം നമ്മളിതിന് 300 ഗ്രാം ശർക്കര ഇടുന്ന ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ 300 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കുക. അതായത് 1/4 കിലോ കപ്പലണ്ടിക്കാം 300 ഗ്രാം ശർക്കര. അപ്പം നമ്മൾ വെള്ളം തേണ്ട, കുറച്ച് വെള്ളം. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കത്തില്ല, കുറച്ച് വെള്ളം. ഈ വെള്ളത്തിൽ ഇതൊന്ന് പാനിയായി വരട്ടെ. ഇന്ന് നമ്മുടെ ശർക്കര എല്ലാം ഉരുകി വന്ന് നമുക്കിനി ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് 1 മുറി തേങ്ങ എടുത്ത്, നമ്മൾ തേങ്ങ എത്രയും കൂടുതലിട്ട് അത്രയും ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ 1 മുറി തേങ്ങയാണ് എടുത്തത്. നമുക്ക് ഇതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് സ്വല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിനകത്ത് സ്വല്പം ഏലക്കാപ്പൊടി ഇടാം. ഞാനത് കുരു മാത്രമാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് ആ പൊടിച്ചു വെച്ച കപ്പലണ്ടിയും കൂടി ഇട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം.
എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ശർക്കരയ്ക്ക് വലിയ കറുപ്പില്ല, കറുത്ത ശർക്കര ഇട്ടാൽ നല്ല കറുത്തിരിക്കും. ഇത് കറുത്ത ശർക്കരയാണെന്ന് എനിക്ക് തന്നാ, പക്ഷെ വെള്ള ശർക്കര ആയിപ്പോയി. എന്നാലും സാരമില്ല, ശർക്കരയ്ക്ക് ഒരേ ടേസ്റ്റ് എങ്കിലും കറുപ്പാകുമ്പോ ഇച്ചിരി കൂടി കാണാനൊരു ഭംഗി. അതെ, വീഡിയോക്കകത്താകുമ്പോൾ ഒന്ന് എടുത്ത് നിൽക്കും അല്ലേ? അതെ. ഇത് ഇപ്പൊ നമുക്ക് ഇത് ബോൾസ് ആക്കി ഉരുട്ടി എടുക്കണം അല്ലേ? ഇതപ്പോ പാനി ആയോണ്ട് ശർക്കര ആയോണ്ട് ഉരുട്ടാൻ പറ്റും അല്ലേ മാ? ശർക്കര ആയോണ്ട് ഉരുട്ടാൻ പറ്റും. അപ്പൊ ഇച്ചിരി കൂടി ഇതൊന്ന് ഇതാകണം. പിന്നെ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട ഉരുട്ടിയാ കല്ല് പോലെ ആയിപ്പോവും. ഉണ്ട ഉരുട്ടാൻ പറ്റത്തില്ല, ഒരുമാതിരി ഇതായിട്ട് നിൽക്കും. പഞ്ചസാരയൊക്കെ നമ്മള് വലിഞ്ഞു മുറുകുന്ന പോലെ ശർക്കര വലിഞ്ഞു നിന്ന പാടാ അല്ലേ? അതെ. ഇതാ ഇപ്പൊ ദേണ്ടേ നമ്മള് തീ കുറച്ച് വെച്ചതിനാണ് നമ്മള് തീരെ കുറച്ചാ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇതിന് ഈ ശർക്കരയുടെ ഒക്കെ വെള്ളം നല്ലതായിട്ട് വറ്റണം, ശർക്കരയുടെയും തേങ്ങാടതും. കാരണം വെള്ളമയം ഉണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടാൻ പറ്റത്തില്ല. അപ്പം നമ്മളിത് നല്ലതായിട്ട് വറ്റണം. നമ്മൾ ഇത് ഉരുട്ടാൻ നോക്കിയിട്ട് നമ്മൾ ഉരുട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് ഇത് ചൂടാക്കി നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി കപ്പലണ്ടിയും ശർക്കരയും തേങ്ങയും എല്ലാം നല്ല ഇതായിട്ട് വേണം നമ്മളിത് ഉണ്ടയാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഈ ശർക്കരയുടെ വെള്ളം എല്ലാം പറ്റി ഇനി നമുക്കിതൊന്ന് ഇറക്കി ആറാൻ വെക്കാം. കാരണം നമ്മളിത് ഉരുട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കൊള്ളല്ലോ. അപ്പം നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ വേണ്ട കപ്പലണ്ടിയുടെ ചൂടെല്ലാം പോയി ചെറു ചൂടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഒത്തിരി വലിപ്പത്തിൽ എടുക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാനിപ്പോൾ ചെറിയ വലിപ്പത്തിലാണ് എടുക്കുന്നത്. ഉണ്ടോ, നമ്മൾ കണ്ട എള്ളുണ്ട അരിയുണ്ട ഒക്കെ പോലെ ഇരിക്കും. വേണ്ട, നമുക്കിനി വേറെ ഒന്നും കൂടി ഇതൊത്തിരി കാണും. ചെറുതാകുമ്പോഴത്തേക്ക് ഒത്തിരി കാണും, ഇച്ചിരി വലുതാകുമ്പോഴത്തേക്ക് വേണ്ടോ. ഇതിങ്ങനെ വെച്ചിത് തിന്നാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ മധുരത്തിനോട് ഭയങ്കര താല്പര്യമുള്ള. നമുക്കിതുപോലെ എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അതേ നമ്മുടെ കപ്പലണ്ടിയും കൊണ്ട് കണ്ട് ഇത്ര ഉണ്ട ഉരുട്ടി വെച്ച് നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ കാണുന്ന പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ ഒരെണ്ണം തിന്ന് കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല രുചിയുമുണ്ട്. ആ തേങ്ങായും ശർക്കരയും കപ്പലണ്ടിയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമായത്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ പിന്നെ ശർക്കര ചേർത്തെന്ന് പറഞ്ഞ് കട്ടിയൊന്നും ഇല്ല അല്ലേ? അതെ, എല്ലാവരും നല്ല ഇതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.